ബോംബ് മാസ്റ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരുടെ ബുദ്ധിയാണ് ഈ ബോംബ് മാസ്റ്റർ? ആരുടെയാ? ഈ വേദിയിൽ എവിടെ ഉണ്ടെങ്കിലും വരണം. ആരുടെയാ? ഞങ്ങൾ അവസാനം ചെയ്ത സിനിമ മെനഞ്ഞാന്ന് ഇറങ്ങി. അത് ബോംബല്ല, അത് സൂപ്പർ ഹിറ്റാണ്. പേര് ബബ്ബപ്പ. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്, നിങ്ങളുടെ ചെയർമാൻ ശ്രീഗോകുല ഗോകുൽ. അതുകൊണ്ട് അവസാനത്തെ സിനിമ ബോംബല്ല. ഈ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടനോടെ വേറൊരു സിനിമ ചെയ്തു, അതും ബോംബല്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതും ഓടി, അതും ബോംബല്ല. അതുകൊണ്ട് ഇത് എഴുതിയവൻ ഇപ്പൊ വരുന്നതാണ് നല്ലതാണ്. ആരാണ്? എന്റെ സൈഡിലിരിക്കുന്ന ബോഡി ഗാർഡ്സ് അവന് കായികമായി നേരിടുന്നത്. എടാ, എന്നെ ആരും കല്യാണം പിടിക്കാനൊക്കെ ഞാൻ എടുത്തോളാം. നിങ്ങൾ അവിടെ പോയി ഞാൻ കുറെ നേരം ശ്രദ്ധിക്കണം. നിങ്ങൾ പോയിക്കോ. എല്ലാവർക്കും നമസ്കാരം. ഏതൊരു പരിപാടി, ഇതുപോലത്തെ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടികൾ ഏറ്റവും ബോറടിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. ഈ ഇങ്ങനെയുള്ള സമയം കുറെ ഗസ്റ്റുകൾ വരും, നമ്മളെ ഉപദേശിക്കും, നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ മേന്മയെക്കുറിച്ചും പ്രിൻസിപ്പൾ വരാതെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് ആനുവൽ ഡേ ഒക്കെ ഉണ്ടാവും. ഞാൻ പൊതുവെ പോവാറില്ല. പോയിട്ടുള്ള 2-3 പരിപാടികൾ തന്നെ ആദ്യത്തെ വെൽക്കം ഡാൻസ് ആണ്. കാരണം ആ കൂട്ടത്തിൽ ഏതൊക്കെ ഒരു പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടാവും, താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ വെൽക്കം ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ അതിഥികൾ വരും. അതിഥികൾ വന്നിട്ട് ഇങ്ങനെ ആദ്യം പ്രിൻസിപ്പൾ വന്നിട്ട് തള്ളി മറിക്കും. 100 അപ്പൊ ഈ ലോകത്തില്ലാത്തത്രത്തോളം അച്ചീവ്മെന്റ്സ് ഈ സ്കൂളിൽ നേടിയെടുത്തു, ട്രോഫികളും അതിനെക്കുറിച്ച് പറയാം. എന്റെ സ്കൂളില് ഉടുക്കുന്നതായിരുന്നു എന്റെ പ്രിൻസിപ്പൾ. അപ്പൊ ഇതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ചു വരികയും. അപ്പൊ ഈ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിച്ചിരുന്ന ഒരു